നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സുനിൽ ഛേത്രി എന്ന നമ്മുടെ അഭിമാന താരമായ ഫുട്ബോളറെ പറ്റി പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ സുദീർഘമായിട്ടുള്ള കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് റിട്ടയർമെൻറ്റിന് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അടുത്ത മാസം കുവൈത്തിനെതിരെ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിട പറയുകയാണത്രേ ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഛേത്രി. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം, ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം, ഇന്ത്യയെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ നയിച്ച താരം. ഇങ്ങനെ പോകുന്നു സുനിൽ ഛേത്രി എന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ നേട്ടങ്ങൾ. ഇതിനെല്ലാം പകരമായി പത്മശ്രീയും ഖേൽരത്നയും അർജുനയും നൽകി രാജ്യം ആദരിച്ച താരം. അന്താരാഷ്ട്ര തലത്തിൽ 94 ഗോളുകളും ക്ലബ്ബുകൾക്ക് വേണ്ടി 158 ഗോളുകളുമായി 252 ഗോളുകളാണ് സുനിൽ ഛേത്രി നേടിയിട്ടുള്ളത്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരം മാത്രമല്ല ഛേത്രി, നിലവിൽ സജീവമായ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ മൂന്നാമത്തെ താരം കൂടിയാണ്. 205 മത്സരങ്ങളിൽ 128 ഗോളുമായി ഒന്നാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും 150 മത്സരങ്ങളിൽ 106 ഗോളുമായി രണ്ടാം സ്ഥാനത്തുള്ള ലയണൽ മെസ്സിയും കഴിഞ്ഞാൽ 150 മത്സരങ്ങളിൽ 94 ഗോളുകളോടെ സുനിൽ ഛേത്രിയാണ് മൂന്നാമത്. ഇതിൽ ഗോൾ ശരാശരിയിൽ നോക്കിയാൽ 0.63 ഗോൾ ശരാശരിയോടെ ഛേത്രിയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒന്നാമത്. പക്ഷേ എന്തോ ആ പരിഗണനയും അംഗീകാരവും നമ്മൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. തൻ്റെ വിരമിക്കൽ മത്സരത്തിനിറങ്ങുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റന് എല്ലാവിധ ആശംസകളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലരെയൊക്കെ നമ്മൾ അവർ അർഹിക്കുന്നേക്കാൾ മേലെ നമ്മൾ ഉയർത്തിവെക്കും. ചിലർക്കൊക്കെ അവർ അർഹിക്കുന്ന ആ അംഗീകാരവും ബഹുമാനവും നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. നമുക്കറിയാം, നമുക്കുമുണ്ട് ഒരു കറുത്ത മുത്ത്. IM വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത്, അതായത് അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആദരവും ബഹുമാനവും പരിഗണനയും മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുമായിരുന്നു, പ്രത്യേകിച്ചും ബംഗാളിലൊക്കെ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നു, ഇവിടെ തൃശ്ശൂരിൽ പൂരത്തിന് ആ പൂരപ്പറമ്പിൽ പോയി നിൽക്കുന്ന IM വിജയനെ കണ്ടിട്ട് ഒരു മലയാളി ഇങ്ങനെ വന്നിട്ട് സംശയിച്ചോടെ IM വിജയൻ അല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ വിജയേട്ടൻ തിരിച്ചതേ IM വിജയനാണെന്ന് പറയുകയും ചിലപ്പം കൈ കൊടുക്കും, ചിലപ്പം ഫോട്ടോ എടുക്കും, സെൽഫിയൊക്കെ എടുത്തെന്നിരിക്കും. പക്ഷേ അത്രയും പോലും സങ്കോചമോ സംശയമോ ഉണ്ടാവില്ല. ഈ IM വിജയൻ എന്ന വ്യക്തി ബംഗാളിലെ കൽക്കട്ടയിലോ മറ്റോ നിന്നാൽ അവർക്കൊരു സംശയം ഇല്ല, അത് IM വിജയനാണ് എന്ന കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല. ഇന്ന് തുടർന്ന് വിജയേട്ടൻ്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്. കൽക്കട്ടയിൽ കൂടെ റോഡിൽ കൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ വല്ല ട്രാഫിക്കിലും, ഇന്നല്ല കേട്ടോ, അന്നത്തെയാണ്, ട്രാഫിക്കിലും വിജയേട്ടൻ്റെ കാർ നിർത്തേണ്ടി വന്നാൽ ആളുകൾ തിരിച്ചറിയുകയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഇവിടെ കിട്ടുന്നേക്കാൾ കൂടുതൽ ആദരവും ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ബംഗാളിലാണ്. ഇവിടെ ഒരു മലയാളി അദ്ദേഹത്തിനെ കണ്ടാൽ സംശയിച്ച് ചോദിക്കും, IM വിജയേട്ടനാണോ അല്ലെങ്കിൽ വിജയനാണോ എന്ന് ചോദിക്കും. അവിടെ അതിൻ്റെ ആവശ്യം പോലുമില്ല. കാറിനകത്തിരിക്കുന്ന ആളെ പോലും അവർ തിരിച്ചറിയും. അത്രയേറെ അവരുടെ ഉള്ളിലേക്ക് പതിഞ്ഞൊരു വ്യക്തിയായിരുന്നു ആ സമയത്ത് IM വിജയൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ക്രിക്കറ്റിനോടാണ് നമുക്കെല്ലാം കുറച്ച് കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളും. അതാണ് ഇവിടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു കായിക ഇനം. അതിനാലാവാം ഈ ദീർഘകാലം ഏതാണ്ട് 19 വർഷത്തോളം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ നയിച്ച എന്ന് വെച്ചാൽ അദ്ദേഹം കളിക്കാരനായിരുന്നു, പിന്നെയാണ് അദ്ദേഹം ക്യാപ്റ്റനായത്. അപ്പോൾ അത്രയും ദീർഘമായിട്ടുള്ള ഒരു കരിയറുള്ള ഉടമ, ആ വ്യക്തിക്ക് അയാൾ അർഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വിട അല്ലെങ്കിൽ വിരമിക്കൽ കൊടുക്കണം. അതാണ് അതിൻ്റെ ശരിയും നീതിയും. അപ്പോൾ ഇത്രയും കാലം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നെടുന്തൂണായിരുന്ന സുനിൽ ഛേത്രിക്ക് എല്ലാവിധ ആശംസകളും. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.